കുട്ടികളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നാം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ക്രിസ്റ്റോഫർ സാലം, റിട്ടയർഡ് പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ഞാനിപ്പോൾ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലുള്ള ഡോക്ടർ സായി ഗണേഷ് മെഡിക്കൽ സെൻ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. പല വാക്സിനുകൾ പല പ്രായത്തിൽ കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ് ഒഴിവാക്കുന്നതിന് നമുക്ക് സാധിക്കും. ജനിച്ചാൽ ഉടനെ തന്നെ BCG, ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എന്നിവ നൽകുന്നു. അതിനുശേഷം 1.5, 2.5, 3.5 മാസങ്ങളിൽ DPT, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, IPV, ന്യൂമോകോക്കൽ വാക്സിൻ, റോട്ടാവൈറസ് വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ എന്നിവ നൽകുന്നു. ഇത് വളരെയധികം അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് സഹായിക്കുന്നു. അതായത് ഡിപ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, പോളിയോ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B രോഗബാധ, റോട്ടാവൈറസ് മൂലം ഉണ്ടാക്കുന്ന വയറിളക്കം എന്നിവയ്ക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്നു. ഇതിനുശേഷം 9 മാസമാകുമ്പോൾ MMR വാക്സിൻ നൽകുന്നു. ഇത് മംസ്, മീസിൽസ്, റുബെല്ല എന്നീ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും. 1 വയസ്സിൽ ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ, ആഹാരത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിന് നൽകുന്നു. 1.25 വയസ്സാകുമ്പോൾ MMRന്റെ 2ാമത്തെ ഡോസും ചിക്കൻ ബോക്സ് വാക്സിനും നൽകുന്നു. ഇത് രണ്ടും 6 മാസത്തിന് ശേഷം വീണ്ടും അതിൻ്റെ 2ാമത്തെ ഡോസുകൾ നൽകുന്നു. 1.5 വയസ്സാകുമ്പോൾ DPT, ഹിബ്, ന്യൂമോകോക്കൽ വാക്സിൻ എന്നിവയുടെ ബൂസ്റ്റർ ഡോസും ഓറൽ പോളിയോ വാക്സിനും നൽകുന്നുണ്ട്. 2 വയസ്സിൽ നാം ടൈഫോയിഡ് വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. 5 വയസ്സിൽ DPT, ഓറൽ പോളിയോ വാക്സിൻ, MMR വാക്സിൻ എന്നിവ നൽകുന്നു. 10 വയസ്സിൽ DPTയും ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ്റെ 1 ഡോസും നൽകുന്നു. 16 വയസ്സിൽ DPTയും MMR വാക്സിനും നൽകുന്നു. ഇത്രയും വാക്സിനുകൾ നാം നൽകി കുഞ്ഞുങ്ങളെ ഇതുമൂലം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. ഇതല്ലാതെ സമീകൃതമായിട്ടുള്ള ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് നാം പറഞ്ഞു കൊടുക്കുന്നു. ആവശ്യമുള്ള വ്യായാമം എടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുന്നു.